പൗർണമി, കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഡിസ്കസ് ചെയ്തായിരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, തൃശ്ശൂരിലുള്ള വിഷ്ണുമായ സ്വാമികളുടെ ദേവസ്ഥാനം എന്നറിയപ്പെടുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ വളരെ ഒരുപക്ഷെ ട്രൂ ആയിട്ടുള്ളൊരു ഭക്തർക്കും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച് കളയുന്ന ഒരു വിവാദങ്ങൾ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട്. തന്ത്രികളുടെ പേരിലൊക്കെ വിവാദങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ നാണക്കേടുള്ളൊരു വിവാദമാണ് വന്നത്. അതിൻ്റെ പേരിൽ അറസ്റ്റും കാര്യങ്ങളും വരെ നടക്കുകയുണ്ടായി. അതായത് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ചെന്നും അവരെ പൂജയ്ക്ക് വന്ന സ്ത്രീയെ ഈ പറയപ്പെടുന്ന നഗ്നചിത്രങ്ങൾ തരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മേടിക്കുകയും അത് വെച്ചിട്ട് അവരെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ജീവനക്കാരനെ, ക്ഷേത്രം ജീവനക്കാരൻ എന്നാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത വന്നത്. ഇത് പുറത്തു വരുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളിലൂടെയാണ്, അല്ലാതെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയല്ല ആദ്യം ഇത് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിശ്വസനീയമായിരിക്കുമെന്ന് ആൾക്കാർ ധരിക്കും. തീർച്ചയായും നമ്മളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരെയും അതിനകത്ത് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. പകരം ഇങ്ങനെ സംഭവിച്ചല്ലോ, ഞാൻ പോലും അതിനകത്ത് പറഞ്ഞിരുന്നു പോകണമെന്ന് ആഗ്രഹിച്ചൊരു ക്ഷേത്രമാണ്. പക്ഷെ അവിടെ അവർ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതൊക്കെ അവർ അമ്പലങ്ങളിൽ ബിസിനസ് ഉണ്ടില്ലെന്നല്ല, പക്ഷേ അവർ കുറെ കൂടെ കൂടുതലായിട്ട് ആൾക്കാരിൽ നിന്ന് പൈസ മേടിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോഴും നമ്മൾ മാറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പത്രസമ്മേളനം ഈ പറയപ്പെടുന്ന ഉണ്ണി ദാമോദരൻ നമ്പൂതിരി എന്ന അവിടുത്തെ മേൽശാന്തി ക്ഷേത്രം തന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതായത് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാന കുടുംബക്ഷേത്രമാണ് ആക്ച്വലി ഇത്. ആ കുടുംബക്കാർ കുറച്ച് നാളുകളായിട്ടുണ്ടായ ആ ശത്രുത കൂടി വന്നാണ് അവസാനം ഇങ്ങനൊരു ഹണി ട്രാപ്പിലേക്ക് ഈ പറയപ്പെടുന്ന ഉണ്ണി ദാമോദരൻ തന്ത്രിയെയും അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന അരുൺ എന്ന് പറയപ്പെടുന്ന ക്ഷേത്രം ജീവനക്കാരനല്ല എന്നാണ് അവർ പറയുന്നത്. ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ഉണ്ണി ദാമോദരൻ ഈ അറസ്റ്റിലായപ്പെടുന്ന വ്യക്തി ഈ ഉണ്ണി ദാമോദരൻ തന്ത്രി, അതായത് അവിടുത്തെ മേൽശാന്തിയുടെ മരുമകനാണ്, രണ്ടാമത്തെ മരുമകനാണെന്നാണ് പറയപ്പെടുന്നത്. അതെ, അതായത് പൂജാരി അറസ്റ്റിൽ അല്ലെങ്കിൽ പൂജാരി അങ്ങനെയല്ല വാർത്തകളെല്ലാം വന്നിരുന്നത്. പക്ഷെ അന്നും ശരിക്കും നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറയുന്നത് ഭക്തി എല്ലാവർക്കും ആവശ്യമാണ്. ദൈവങ്ങളെ വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിലെ വിശ്വസിക്കുന്നത് ഒന്നും തെറ്റല്ല. പക്ഷേ ഇങ്ങനെ ഭക്തി മാർഗത്തിലൂടെ പോയി ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു, ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. എന്തിനാണ് നമ്പർ കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ അതിനെയെല്ലാം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇന്ന് അതേ ക്ഷേത്രത്തിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്തുള്ള CCTV വിഷ്വൽസ് അടക്കം അവർ കാണിക്കുന്നു. അതായത് കുടുംബ വഴക്ക് തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഈ സംഭവം നടന്ന അല്ലെങ്കിൽ ഇത്ര സംഭവ വികാസങ്ങളൊക്കെ നടന്നു ഈ ഉണ്ണി ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്ന ക്ഷേത്രം മെയിൻ തന്ത്രിയായിട്ടുള്ള ആളെ കാണാനില്ല. കർണാടക പോലീസാണ് അല്ലേ ഈ അരുൺ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മേൽശാന്തിയുടെ അല്ലെങ്കിൽ ഈ തന്ത്രിയുടെ മകള് ഒരു പ്രസ് മീറ്റ് നടത്തുകയും അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ കുറേ അധികം വ്യക്തികളുടെ അവരുടെ തന്നെ കുടുംബത്തിലുള്ള ആളുകളുടെ പേരുകൾ അടക്കം പറഞ്ഞുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം, അതായത് ഒരു ഡയാലിസിസ് സെന്റർ അതൊരു നല്ല കാര്യമാണ്. അതായത് പാവങ്ങളെ സൗജന്യമായി ഒരു ദിവസം നടത്താനുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വരുമാനം എടുത്താണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അവർ കടന്നത് അല്ലെങ്കിൽ കടക്കാൻ നോക്കിയത്. അപ്പോൾ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തികളിലേക്കുള്ള ഒരു സമ്പത്തെന്ന് പറയുന്നത് കുറയും. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് എതിർപ്പായിരുന്നു മജോറിറ്റി ഓഫ് ആളുകൾക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ട്രാപ്പ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണ്. അതോടൊപ്പം മരുമകനും അമ്മായിയച്ഛനും തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒത്തുകളി നടക്കുമോ, സ്വന്തം മകളുടെ ഹസ്ബൻഡുമായിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാൻ ഏതെങ്കിലും അച്ഛന്മാരെ സമ്മതിച്ചു കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. എങ്കിൽ പോലും ആദ്യം അത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസനീയമായി ശരിയാണോ തെറ്റാണോ എന്നൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും ഈ കാണുന്ന CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ക്ഷേത്ര ജീവനക്കാരൻ എന്ന് മെൻഷൻ ചെയ്തിരുന്ന അരുണും അല്ലെങ്കിൽ ഈ മേൽശാന്തി എന്ന് പറയുന്ന ഉണ്ണി ദാമോദരൻ നമ്പൂതിരിയെല്ലാം ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ സമീപമുണ്ട്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്ന ആള് ഒരുപാട് ദൂരെയാണ്. ഈ CCTV ദൃശ്യങ്ങൾ ഈവൻ ക്ഷേത്രത്തിലൊന്ന് തൊഴാൻ പോലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിലൊക്കെ കണ്ടു. പക്ഷെ അഥവാ ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ ശരിക്കും കുറേ അധികം നല്ല ആളുകളെ സഹായിക്കുന്നതിന് പോലും ഇത്രയും വിരസത കാണിക്കേണ്ട കാര്യം എന്താണെന്ന് ശരിക്കും ചോദിച്ചു പോവുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആരെയും ന്യായീകരിക്കുന്നുമില്ല, ആർക്കും പക്ഷവും പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കുടുംബ വഴക്കിനെ രണ്ട് വ്യക്തികൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈവൻ നമുക്കറിയാം വാട്സപ്പിൻ്റെ ഓഡിയോ സന്ദേശം പോലും അല്ലെങ്കിൽ ഓഡിയോ പോലും കോൾ റെക്കോർഡ് ചെയ്ത് നമുക്കറിയാം വാട്സപ്പിൽ കോൾ ചെയ്താൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റൊരു ഫോണിൽ ഈ യുവതി റെക്കോർഡ് ചെയ്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡ് അല്ലേ
എന്ന് പോലും ഒന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തോന്നുന്നു അല്ലേ? അതെ അതെ, കാരണം ഇതിനകത്ത് അവരതിനകത്ത് കൂടുതലും ഈ ദാമോദരൻ തന്ത്രിയുടെ മകളെ വിമർശിക്കുന്നതിന്റെ കാരണം ഇതിനകത്ത് അരുണിന്റെ വാട്സപ്പ് ചാറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അവരുടെ വാട്സപ്പ് ചാറ്റ് ഒന്നും കാണിക്കുന്നില്ല. അതോടൊപ്പം ഈ സ്ത്രീ അവിടെ അതിനകത്ത് അവർ പറയുന്നത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ചും ലൈംഗികമായിട്ട് ചേഷ്ടകൾ നടത്തി അല്ലെങ്കിൽ ലൈംഗികമായ അവിടെ പൂജയ്ക്ക് നിൽക്കുന്ന സമയം. കാരണം ഈ പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു, രാവിലെയും വൈകിട്ടും ലൈവായിട്ട് അവിടുത്തെ ക്ഷേത്ര ദർശനം കാണിക്കുന്ന എനിക്ക് വളരെ ചുരുക്കം ചില അമ്പലങ്ങളുടെ ഒരു അമ്പലമാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ലോകത്ത് പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു അമ്പലത്തിന്റെയും ശ്രീകോവിലിനകം ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും, ശ്രീകോവിലിനകത്ത് വിഗ്രഹം ഒരിക്കലും നിങ്ങൾ ഫോട്ടോ ഉപയോഗിക്കാൻ, മിക്കയിടത്തും അവർ പ്രൊഹിബിറ്റഡ് ആണ് ക്യാമറയൊക്കെ, എല്ലാം പുറത്തുനിന്ന് എടുക്കാന്നല്ലാതെ മെയിൻ ആയിട്ടുള്ള മൂർത്തിയുടെ അല്ലെങ്കിൽ ദേവിയുടെ എടുക്കാൻ സമ്മതിക്കില്ല. അത് ഭയങ്കര സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ലൈവായിട്ട് അമ്പലക്കാർ തന്നെ ഇപ്പോൾ ഈ പൗർണമി പറഞ്ഞ കാര്യങ്ങൾ പോലും പെരിങ്ങോട്ടുകര ഈ പറയപ്പെടുന്ന ദേവസ്വം കൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം അവരുടെ ചാനൽ, അവർക്ക് സ്വന്തമായി ചാനലുണ്ട്, ആ ചാനലിൽ അവർ വന്ന് കുറേ കാര്യങ്ങൾ ഈ പൗർണമി ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ പെരിങ്ങോട്ടുകര ദേവസ്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈവായിട്ട് രാവിലെയും വൈകിട്ടും ഹോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അമ്പലത്തിന്റെ അകത്തിരിക്കുന്ന ഈ വിഷ്ണുമായെയും അതോടൊപ്പം പൂജ നടത്തുന്ന തന്ത്രിയെയും അവിടെ ഈ മണിയടിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ, അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ വെളിയിലടക്കം കാണാം. അതിൽ നിന്നാണ് ഇവർ അവിടെ വന്ന് തൊഴുന്നു പോലും ഇല്ല, അവിടെ ചുമ്മാ എന്തൊക്കെയോ ചുറ്റിക്കറങ്ങി നോക്കുന്നു. ആ സമയത്ത് ഇവർ ഈ ആരോപിക്കുന്നെന്ന് പറയപ്പെടുന്ന ദിവസവും സമയങ്ങളും എല്ലാം അരുണും ഈ പറയപ്പെടുന്ന ക്ഷേത്ര തന്ത്രികളും അവിടെയുണ്ട്, പൂജ നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മകൾ പറഞ്ഞിരുന്നു, അരുൺ ക്ഷേത്ര ജീവനക്കാരനല്ല. അപ്പൊ ക്ഷേത്ര ജീവനക്കാരനല്ലാത്ത അരുൺ എങ്ങനെയാണ് അവിടെ വന്നതെന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടി വരുമല്ലേ പൗർണമി? അവിടെ ശരിക്കും വട്ടമിട്ട് കാണിക്കുന്നുണ്ട് ഈ പെരിങ്ങോട്ടുകര ദേവസ്വത്തിന്റെ ചാനലിൽ, എല്ലാവരും അവരവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഈ അരുണിനെ ന്യായീകരിക്കാൻ പൂർണ്ണമായിട്ടും പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ വ്യക്തമായിട്ട് പറയുന്നത് ഹണി ട്രാപ്പിൽ പെടുത്തിയതാണ്. ഒരാൾ ഹണി ട്രാപ്പിൽ എങ്ങനെയാണ് പെടുക? തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് ഒരു ചായ് വരുമ്പോഴാണ്. അങ്ങനെ പെടാത്ത ഈ നമ്പൂതിരിമാരായാലും ഈ തന്ത്രിമാരായാലും പൂജാരിമാരായാലും മനുഷ്യന്മാരാണ്, വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ ഇങ്ങനൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ് പിടിച്ചിട്ടാണ് നമ്മളെ ഹണി ട്രാപ്പിലേക്കും ഫിനാൻഷ്യൽ ഫ്രോഡിലേക്കും ഒക്കെ തള്ളിയിടുന്നത്. നമുക്ക് അതിനോടൊരു അഭിവാഞ്യ അല്ലെങ്കിൽ ഒരു ആസക്തി ഉണ്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് അത്തരത്തിലൊരു സ്വഭാവ വൈകൃതം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. പക്ഷെ ഇതിൽ സ്പെയർ ചെയ്യേണ്ട ആള് അവിടുത്തെ മെയിൻ തന്ത്രി എന്നാണ്. അദ്ദേഹം തെറ്റുകാരനല്ലായിരിക്കാം ചിലപ്പോൾ, കാരണം അദ്ദേഹമാണ് അവിടുത്തെ മെയിൻ. ആ അമ്പലം ഇങ്ങനെ ആക്കിയെടുത്തതിന്റെ ആൾ അദ്ദേഹം തന്നെയാണെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിനുള്ള എല്ലാ ആളുകൾക്കും ഒരുപാട് ഭക്തിപൂർവ്വം ഒരുപാട് ആളുകൾ സന്ദർശനം നടത്തിയിരുന്ന ക്ഷേത്രമാണ്. ഇങ്ങനെ ഒരു കളങ്കം, അതായത് ഇത്തരത്തിലൊരു മോശപ്പെട്ട ഒരു അനുഭവം അല്ലെങ്കിൽ ഇത്ര ഒരു വാർത്ത പടർന്നതോടെ അത് ക്ഷേത്രത്തിനെയും ബാധിച്ചിട്ടുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെയും നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണെന്ന് ഒരാൾ വന്ന് വിളിച്ച് പറഞ്ഞാലുണ്ടെങ്കിൽ നമ്മൾ അത് കുടുംബ പ്രശ്നമാണെന്ന് സ്ഥിരീകരിക്കുകയല്ല. ഇവർ കുറേ അധികം ആളുകളുടെ പേരുകൾ പറഞ്ഞിരുന്നു. ഇവരുടെ തന്നെ ഫസ്റ്റ് കസിൻസും സെക്കൻഡ് കസിൻസും ആയിട്ടുള്ള വ്യക്തികളുടെ പേരുകളാണ് പറഞ്ഞിരുന്നത്. ഇവർ കാണിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു പരിധിയിലധികം അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇവർ പറയുന്നതിൽ ശരിയുണ്ടെന്ന് നമുക്കും തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ CCTV ദൃശ്യങ്ങളിൽ ഇവർ ഈ ഡയാലിസിസ് സെന്റർ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് രൂപ അതിന് ചിലവുണ്ട്. അപ്പോൾ ആളുകൾക്ക് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെയാണ് ഇതിനായി ഉപയോഗിക്കുന്നതും. പക്ഷേ ഈ മെയിൻ തന്ത്രിയും അല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായിട്ട് അനുകൂലമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടി, അതായത് കാണിക്ക വഞ്ചികളിനടക്കം പൈസ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടും അവർ ചുറ്റും പരിശോധിക്കുന്നതായിട്ടും ഒക്കെയാണ് ശാരിക കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വശമൊക്കെ കൊണ്ടാണ് ഈ തന്ത്രിയുടെ മകൾ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളതായിട്ട് നമുക്ക് തോന്നി. അതായത് ഈ കുടുംബക്ഷേത്രം അഭൂതപൂർവമായ രീതിയിൽ വളരുകയും അവരുടെ വരുമാനം ചിന്തിക്കുന്നതിനപ്പുറം വളരുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബക്കാർക്ക് ആർത്തി വരും. അത് മനുഷ്യർ സഹജമാണല്ലോ. പക്ഷെ ആർത്തി മൂത്തപ്പോൾ ഈ പെൺകുട്ടി, അതായത് തന്ത്രിയുടെ മകൾ പറയുന്നത് പോലെ പരസ്പരം ഭയങ്കര വഴക്കായി. അതായത് പുരുഷ കേന്ദ്രീകൃതമായിട്ട് വന്ന മറ്റു ബന്ധുക്കൾ അത് അവരോട് ചോദിച്ചത്, നീയൊക്കെ വെറും 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 5-6 ആണുങ്ങളുണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ തീർക്കാവുന്നേ ഉള്ളൂ, നിന്നെന്നുള്ള ഭീഷണി അവർക്കുണ്ടായിരുന്നു. ഈ ഇവിടുന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ബന്ധുക്കൾ അവര് ആ ക്ഷേത്രം കയ്യേറുകയും ക്ഷേത്ര ജീവനക്കാരെ എല്ലാം പറഞ്ഞു വിടുകയും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടുത്തെ അഹസ് പോലുള്ള കാര്യങ്ങൾ മുടക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ആ ഒരു ശുദ്ധി അവിടെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ആക്രാന്തം മൂത്ത്.
അതിനുശേഷം അവിടുത്തെ കാണിക്ക പൊട്ടിക്കുകയും അവിടുത്തെ വരുമാനങ്ങളെല്ലാം കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ പെരിങ്ങോട്ടുകര ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ ചാനലിലൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് ക്രോഡീകരിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ED-യുടെ അന്വേഷണം തന്നെ അത് വന്നാൽ വളരെ നല്ലതായിരിക്കും. ഹണി ട്രാപ്പ് ഉൾപ്പെടെ പോലീസിന്റെ മാത്രമല്ല CBI-യുടെയോ അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തമായ പൈസയുള്ളൊരു ക്ഷേത്രം, അത് കുടുംബക്ഷേത്രം ആയിക്കോട്ടെ, സത്യത്തിൽ ഇത് സർക്കാർ ഏറ്റെടുത്ത് കൃത്യമായ കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ നടത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പുണ്യപുരാതനമായ ചരിത്രമുറങ്ങുന്ന ഒരു അമ്പലങ്ങളൊക്കെ ഇങ്ങനെ കളങ്കപ്പെടുന്ന ഒരു വാർത്തകൾ മലയാളി ഭക്തർ തന്നെ കേട്ട് നാണം കെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും.